മാസപ്പടി കേസിൽ അന്വേഷണം പിണറായി വിജയനിലേക്ക്. ഇഡിക്ക് വീണ നൽകിയ മൊഴിയാണ് പിണറായിക്ക് കുരുക്കായിരിക്കുന്നത്. CMRLുമായുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും തന്റെ മനസ്സറിവില്ലാതെ നടന്നതെന്നായിരുന്നു വീണ നൽകിയ മൊഴി. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഈ മാസം 29 വീണയെ വീണ്ടും ചോദ്യം ചെയ്യും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളിൽ തന്റെ മനസ്സറിവില്ലായിരുന്നുവെന്ന TVNയുടെ മൊഴിയാണ് കൂടുതൽ ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നതും പിണറായി വിജയന് കുരുക്കാകുന്നതും. സാമ്പത്തിക ഇടപാടുകൾ നടക്കുകയും എന്നാൽ ഇതിലൊന്നും താൻ നേരിട്ട് പങ്കാളിയാകുന്നില്ലെന്നുമുള്ള മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്തി അന്വേഷണ സംഘം മുന്നോട്ടു പോകും. ഈ മാസം 29 വീണ്ടും വീണയെ ചോദ്യം ചെയ്യും. 29 ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണയെ മടക്കി അയച്ചത്. 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ വീണ സഹകരിച്ചിരുന്നില്ല. ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലുകളിൽ മാത്രമാണ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളെങ്കിലും വെളിപ്പെടുത്തിയത്. ഇതിനിടെ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ CMRL ഉന്നതരുടെ ചോദ്യം ചെയ്യലുകൾ തുടരും. CMRL സ്ഥാപകൻ ശശിധരൻ കർത്തി അടക്കമുള്ളവർക്ക് ഈ ആഴ്ച ഹാജരാകാനാണ് സമൻസ്. SFIO രേഖകളും ഈ ആഴ്ച ഇഡിക്ക് ലഭിക്കും. സ്വത്തുക്കൾ മരവിപ്പിച്ച നടപടി സ്ഥിരപ്പെടുത്താനായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകും. മാസപ്പടി കേസിൽ CMRLുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ ഈ ആഴ്ച തന്നെ പൂർത്തിയാക്കും. SFIOയിൽ നിന്ന് ED ആവശ്യപ്പെട്ട രേഖകളും ഈ ആഴ്ച ലഭിക്കും. കേസുമായി ബന്ധപ്പെട്ട 134 രേഖകളാണ് SFIOയിൽ നിന്ന് ലഭിക്കാനുള്ളത്. കേസുമായി ബന്ധപ്പെട്ട 242 ബാങ്ക് അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ ED മരവിപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.